ശില്പ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നീറ്റ് എക്സാം എല്ലാം കഴിഞ്ഞ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒരു ഗവൺമെന്റോ പ്രൈവറ്റോ മെഡിക്കൽ കോളേജിൽ ചേരാനുള്ള ഒരു മാർക്ക് ഇല്ല എന്നോർത്ത് റിയൽറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന പലതരം ഇമോഷൻസ് ആയിരിക്കും. സങ്കടം ഉണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മളോട് തന്നെ ഒരു ദേഷ്യം, വെറുപ്പം ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഞാനൊരു റിയൽറ്റീച്ചർ ആയിരുന്നു. അതിനുശേഷമാണ് ഞാനിപ്പോ ഒരു മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് റീറിപ്പീറ്റ് എന്ന സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് ആയാലും ടെൻഷൻ ആയാലും പ്രഷർ ആയാലും ഇതെല്ലാം നമ്മൾ റിപ്പീറ്റ് എന്നൊരു സ്റ്റേജിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതിന്റെ കൂട്ടത്തില് ഞാൻ സെൽഫ് സ്റ്റഡി എന്നൊരു മെത്തേഡ് ആയിരുന്നു റീറിപ്പീറ്റിന്റെ പീരീഡ് ഞാൻ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടായ ടെൻഷനും കാര്യങ്ങളും കുറച്ചുകൂടെ കൂടുതലായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ചൂസ് ചെയ്ത കുട്ടികൾക്കറിയാം അത് കുറച്ചുകൂടെ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും കൂടുതലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോയില് ഞാൻ എങ്ങനെയാണ് റീറിപ്പീറ്റിന്റെ സമയത്ത് സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് ഉപയോഗിച്ച് പഠിച്ചത്, അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് വെച്ചിരുന്നത് എന്നാണ് ഈ വീഡിയോയോട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കുക. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറയും. എന്തുകൊണ്ടാണ് സെൽഫ് സ്റ്റഡി എന്നൊരു മെത്തേഡ് ചൂസ് ചെയ്തത്? അത് വേറെ ഒന്നുമല്ല, റിപ്പീറ്റ് ചെയ്താൽ ഞാൻ പല ബ്രില്യന്റിലായിരുന്നു. പക്ഷെ എനിക്ക് അവിടുത്തെ എന്താ പറയുക ടീച്ചിങ്ങും അതുപോലെ തന്നെ അവിടുത്തെ നോട്ട്സും അതിനെപ്പറ്റി എനിക്കൊരു കംപ്ലൈന്റ് ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. നല്ല നോട്ട്സും കാര്യങ്ങളും ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ഒരു കോച്ചിങ്ങിലേക്ക് പോകാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രില്യന്റിൽ നമുക്കറിയാം വീക്കിലി എക്സാംസ് ഉണ്ടായിരുന്നു. വീക്കിലി എക്സാംസ് വെക്കുമ്പോൾ അവർ തരുന്ന ഒരു പോർഷൻ അതായിരിക്കും നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. ഞാൻ ഓൾറെഡി എന്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു, അതൊരു ഗവൺമെന്റ് സ്കൂളായിരുന്നു പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൺസെപ്റ്റ്സും കാര്യങ്ങളും എനിക്ക് എപ്പോഴും സ്ട്രോങ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറെ ടൈം വേണമായിരുന്നു പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇവര് കുറച്ച് പോർഷൻസ് വരുമ്പോൾ എനിക്ക് ഈ ഒരു 1 വീക്കിനുള്ളിൽ എനിക്കത് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ എന്താ പറയാ, എനിക്ക് എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് മാർക്ക് അതുകൊണ്ട് അവിടെ കുറവായിരുന്നു കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ വല്ലാതെ അഫക്ട് ചെയ്യുന്നു. അത് മാത്രമല്ല അവർ എത്തുന്നിടത്ത് എനിക്ക് എത്താൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര വീക്ക് ആവുന്ന പോലെ എനിക്ക് എല്ലാത്തിനും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അത് മാത്രമല്ല നമുക്കറിയാം അവിടെ എന്തൊക്കെ ആയാലും കുറച്ച് പഠിക്കുന്ന കുട്ടികളെ കുറച്ച് പ്രത്യേകമായി അവിടെ നോക്കുന്നുണ്ട്. അത് എന്തായാലും ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയാ, അയ്യോ നമ്മളൊന്നും പഠിക്കുന്നില്ലേ, അപ്പൊ ഇത്രയും പേരോടൊപ്പം നമ്മളൊന്നും എത്തത്തില്ലേ എന്നുള്ളൊരു ഫീലിംഗ്. കാരണം ചിലർക്ക് ഇങ്ങനെ പഠിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് പഠിക്കാൻ ഒരു വാശി വരുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് ഇങ്ങനെ വരുമ്പോൾ അയ്യോ നമ്മൾ അത് ഇതുപോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ ഇത്രയും കുട്ടികളുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ എത്തും, ഞാൻ പഠിച്ചിട്ട് കാര്യമുള്ള അങ്ങനെയുള്ള ഒരു ഫീലിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ എക്സാംസ് വരുന്ന സമയത്ത് എന്താ പറയുക, നമുക്കറിയാം നമുക്ക് എക്സാംസ് കഴിഞ്ഞിട്ട് അതിന്റെ നമ്മള് മാർക്ക് നമ്മുടെ പേരൻസിന് അയച്ചു കൊടുക്കും, പിന്നെ പേരൻസിനെ വിളിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിൽ പെട്ടെന്ന് ആ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ എന്റെ അവിടുത്തെ മാർക്കും എനിക്ക് വളരെ കുറവായിരുന്നു. അപ്പൊ നമ്മുടെ പേരൻസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടായിരുന്നു അവരെ നമ്മളെ പഠിപ്പിക്കാൻ വിടുന്നത്. ആ സമയത്ത് അവരെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മളെന്തോ അവരെ ഒന്ന് വേദനിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ അവർ കാശ് തന്നിട്ട് പഠിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വാക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്നുള്ള എല്ലാം കൂടെ ആവുമ്പോഴേക്കും മൊത്തത്തിൽ അതെന്റെ പഠിത്തത്തിനെ പിന്നെ അഫക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓക്കെ സെൽഫ് സ്റ്റഡി തന്നെ ചെയ്യാം, റിയൽ സമയത്ത് സെൽഫ് സ്റ്റഡി ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ സെൽഫ് സ്റ്റഡി എന്നൊരു മെത്തേഡ് ചൂസ് ചെയ്യാൻ വേണ്ടി കാരണം. ഇനി എങ്ങനെയാണ് ഞാൻ എന്റെ സെൽഫ് സ്റ്റഡി നടത്തിയത് അത് പറയാം. കൊറോണ സമയത്തായിരുന്നു ഞങ്ങളുടെ എക്സാംസ് നടന്നുകൊണ്ടിരുന്നത്. അതായത് സെപ്റ്റംബറിൽ എക്സാം നടന്നു, ഒക്ടോബറിൽ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ 400 സംതിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, പ്രൈവറ്റിൽ ചേരണോ എന്താ ചെയ്യേണ്ട, എനിക്ക് സത്യം പറഞ്ഞാൽ പ്രൈവറ്റിൽ ചേരാനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്. ഞാനാണെങ്കിൽ വേറെ ഓരോ എക്സാംസിന് അപ്ലൈ ചെയ്തില്ല. ആ സമയത്ത് നേഴ്സിംഗും ഡിഗ്രിയും എല്ലാത്തിന്റെ അഡ്മിഷനൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു. ഇനി എനിക്കപ്പൊ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. എന്റെ പേരൻസ് ടെൻഷൻ അടിക്കുന്നു, അവർക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഒന്നുമില്ല. അവരെല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലേക്ക്. അപ്പൊ എനിക്ക് അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഒന്നും വയ്യ. അപ്പൊ ഞാൻ ഒന്നുകൂടെ റീറിപ്പീറ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു പ്ലാനിങ് എടുക്കാൻ തന്നെ ഒരു 2 മാസം എടുക്കും. അതിനുശേഷം ജാനുവരി തൊട്ടിട്ടായിരുന്നു എന്റെ എക്സാംസ് ഞാൻ എഴുതാൻ വേണ്ടി, എക്സാംസിന് വേണ്ടി ഞാൻ പഠിച്ചു തുടങ്ങിയത്. ജാനുവരിയിൽ പഠിച്ചു തുടങ്ങി. ഞങ്ങളുടെ സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ എക്സാംസ്, അടുത്ത നീറ്റ് എക്സാം നടന്നത് സെപ്റ്റംബറിൽ. അപ്പൊ ജാനുവരി തൊട്ടായിരുന്നു ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ആലോചിച്ചതായി
2020 നീറ്റ് എഴുതിയ സമയത്ത് ഞാൻ എന്റെ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണ്, എന്റെ വീക്ക് ആയിട്ടുള്ള പാർട്ട് ഞാൻ മനസ്സിലാക്കി. അതായത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഞാൻ ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും പഠിച്ചിട്ട് പോയത് എനിക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റി. അത് ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആ സമയത്തും എനിക്കത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ കുറെ ഫിസിക്സിന് കുറെ ടൈം കൊടുത്തു. പക്ഷെ എത്ര ടൈം കൊടുത്തിട്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പേടിയും ടെൻഷനും കാരണം എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഈ ഫിസിക്സിന് കൊടുക്കുന്ന ഒരു സമയത്തേക്കാൾ കൂടുതലായിട്ട് വേറെ ബയോളജി കെമിസ്ട്രി കൊടുത്ത ആ രണ്ട് ഇതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ എന്നായിരുന്നു ഞാൻ മനസ്സിലോർത്തത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇത് തന്നെ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഇപ്പൊ എഴുതി വെച്ച നീറ്റിന്റെ ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സ്ട്രോങ് പാർട്ട് ഏതാണ്, എന്റെ വീക്ക് പാർട്ട് ഏതാണ്, നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. ഞാൻ അപ്പം ഏത് സബ്ജക്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഈ വേറൊരു സബ്ജക്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റും. നമുക്കറിയാലോ ഇതിന് എനിക്ക് ഇന്ന മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ്, പക്ഷെ ഞാൻ ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാൻ വേണ്ടി പറ്റുമോ. നിങ്ങളുടെ പോസിറ്റീവ് പാർട്ടും അതായത് നിങ്ങളുടെ സ്ട്രോങ് പാർട്ടും നിങ്ങളുടെ വീക്ക് പാർട്ടും നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഒരു വീക്ക് പാർട്ടിനെ നിങ്ങൾക്ക് സ്ട്രോങ് പാർട്ട് ആക്കാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ബാലൻസ് ചെയ്ത് പഠിക്കാം. അഥവാ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, എനിക്കിപ്പോ എത്ര ശ്രമിച്ചാലും എനിക്ക് ആ സബ്ജക്ട് നോക്കിയിട്ട് എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ട്രോങ് പാർട്ട് വിത്തൗട്ട് സ്ട്രോങ് ആക്കാം. കുറെ സമയം എടുക്കുക. ഇതായിരുന്നു ഞാൻ ചെയ്തത്. സത്യസന്ധം എന്ന് പറയുവാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ അത് നമുക്കൊന്ന് നെഗറ്റീവ് ആയിട്ട് തോന്നാം. പക്ഷെ എനിക്ക് എന്റെ കഴിവിനെ കഴിവൊന്നും കഴിവില്ലായ്മേനെ കഴിവില്ല എന്ന് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പറയും എനിക്ക് ഫിസിക്സ് അത്രയും സ്ട്രോങ് അല്ല. ഇപ്പൊ ഞാൻ ഓർത്തത് ഫിസിക്സിനെ ഒത്തിരി സമയം കൊടുത്ത് ആ ഒരു സബ്ജക്റ്റിനെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും അതിന്റെ ഇരട്ടി സമയം ഞാൻ ബയോളജിക്കോ കെമിസ്ട്രിക്കോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുറച്ചുകൂടെ ഒരു പ്രൊഡക്റ്റീവ് ആകും എന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് തീരുമാനിച്ചത്. അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്തത് ടൈം മാനേജ്മെന്റ്. പിന്നെ ടൈം മാനേജ്മെന്റ് അതായത് നമ്മൾ ഇന്ന സമയം കൊണ്ട് ഇത്ര സംഭവം എഴുതിയെടുക്കണം എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വായിക്കത്തില്ല. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണോ ഇതിന്റെ ഇതാ എന്നാൽ അത് പെട്ടെന്നൊരു സ്റ്റിമുലസ് വന്നിട്ട് എങ്ങനെ എന്താ പബ്ലിക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കരമായിട്ട് ഇത് വരും. അതായത് പിന്നീട് വായിക്കുമ്പോൾ അവിടെ ഒരു നോട്ട് കാണുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെന്റൻസ് അവിടെ കാണും. നമ്മളതുമായിട്ട് ലാസ്റ്റ് ഒരു സെന്റൻസിൽ നമുക്ക് അറിയില്ല കിട്ടിയേ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാൻ കുറേ തെറ്റ് ചെയ്യിച്ചു. അത് ചെയ്യരുത്. ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് നീ ക്വസ്റ്റ്യൻ വായിക്കണം. നീ എത്ര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ ചിലപ്പോൾ ചോദിക്കുന്നത്, എന്നാൽ പോലും കുറെ തവണ വായിക്കണം. ഈ ഒരു 3 കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസിന് വെച്ചിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങളായിട്ട് നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ മിസ്റ്റേക്സ് ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അതിന്റെ ഇത് മൈൻഡിൽ വെച്ചിട്ട് ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കണം. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഒന്നെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണല്ലോ, ഇതിന് എനിക്ക് കേൾക്കാൻ വയ്യെന്നാണെങ്കിൽ നിങ്ങൾ അത് കേട്ട് അയ്യോ നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും അല്ല പിന്നെ ഇതൊക്കെ ചുമ്മാതാ എന്ന് പറയുന്നത് എന്റെ ലൈഫില് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അത്രയും ഒരു കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങളൊരു വീക്കിൽ ഈ ഒരു വീക്ക് ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്യും, ഈ ഒരു വീക്കോട് ഞാൻ ഇത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എഴുതി വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് പോവാം, വളരെ സ്മൂത്ത് ആയിട്ട്. നിങ്ങൾ അതിനെ റോബോട്ട് ആയിട്ടുള്ള ലൈഫ് അങ്ങനെ ഒന്നും വിചാരിക്കരുത്. പക്ഷേ എന്താ പറയാ, നിങ്ങൾ അങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ. നിങ്ങൾക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേറ്റാൽ പിന്നെ നിങ്ങൾക്ക് ഒരു 10 മണിക്കൂർ ഇതിന്റെ ആലോചനയായിരിക്കും ഞാൻ ഏത് സബ്ജക്ട് പഠിക്കണം എന്നുള്ളൊരു കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലാവും. ഓൾറെഡി നിങ്ങൾ ഈ ഒരു പോർഷൻ ആ പോർഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഇതെടുക്കാവുള്ളൂ അങ്ങനെയൊന്നുമല്ല. ഈ ഒരാഴ്ചയിൽ ഞാൻ ഇത്ര പോർഷൻ എടുക്കും, അത് ഡെയിലി ഈ ഒരു ദിവസം ഞാൻ ഇത്ര പോർഷൻ പഠിക്കും. അങ്ങനെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ സെറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സെക്കൻഡ് ഇയറിലെ കഴിഞ്ഞ ദിവസമായിരുന്നു, 1 മാസം മുമ്പായിരുന്നു എന്റെ പ്രാക്ടിക്കൽ എക്സാംസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ പ്രാക്ടിക്കൽ എക്സാംസ് എല്ലാം അടിപൊളിയാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു എഴുതി വെച്ചു. ഈ ദിവസം ഇത് പഠിക്കണം, ഇന്ന സമയത്ത് ഇങ്ങനെ പഠിക്കണം എന്ന് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചു. അപ്പൊ എന്താ പറയാ, അപ്പൊ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് രാവിലെ എഴുതുമ്പോൾ ഇതൊക്കെയാണല്ലേ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്തോണെങ്കിൽ എനിക്കത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. ഇതാണ് സംഭവം. ഞാനിങ്ങനെ എടുത്തു വെക്കും. എനിക്കറിയാം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും, എന്നാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അപ്പൊ നിങ്ങൾ അതുപോലെ ഒന്ന് സെറ്റാക്കി വെക്കുക. ഞാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം, അതായത് എന്റെ ഒരു ടൈം ടേബിൾ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഫിസിക്സ് ഒത്തിരി ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോയില്ല. പക്ഷേ നിങ്ങൾക്ക് ഫിസിക്സ് സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ഫിസിക്സ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾ അതിനും കൂടി ഒരു ടൈം മാറ്റി വെക്കുക. ഞാൻ ചെയ്തത് ജാനുവരി തൊട്ടിട്ട് ഞാൻ ബയോളജി, കെമിസ്ട്രി നന്നായിട്ട് റിവൈസ് ചെയ്യും. റിവൈസ് അതായിരുന്നു എന്റേത്. അതായത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ധൃതി എന്ന് പറഞ്ഞ ഒരു സാധനം കാണിക്കണ്ട. അതായത് നിങ്ങൾ ഒരു പോർഷൻ ആദ്യമായിട്ടാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ കുറേ സമയം എടുക്കും. ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പൊ പക്ഷെ നിങ്ങൾ ഒരു പോർഷൻ എടുക്കുക, 2 മണിക്കൂറിനുള്ളിൽ ഈ പോർഷൻ തീർക്കണം. ഒരു ഫ്രഷ് ടോപ്പിക് ആണ്, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഒരു ഫ്രഷ് ടോപ്പിക് ആണെങ്കിൽ ഒരു 5 മണിക്കൂറോ ഒക്കെ എടുക്കും. നിങ്ങൾ അത് മൈൻഡേ ചെയ്യരുത്. പക്ഷെ അത് രണ്ടാമത്തെ തവണ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 5 ചിലപ്പോ ഒരു 4 ആവാം. 3ാമത്തെ തവണയായിട്ട് ഈ 4 ചിലപ്പോ ഒരു 3:30 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2:30 ആക്കാം. 4ാമത്തെയോ 5ാമത്തെയോ സമയം ആകുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് ഒത്തിരി സമയം വേണ്ട. പതിയെ തുടങ്ങുക, പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ ഫാസ്റ്റ് ആവും. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ കുറെ തവണയെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ വീണ്ടും ബയോളജി നിന്ന് വായിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ഞാൻ ഒരു ആദ്യത്തെ ആഴ്ച ഫുള്ളും വായിക്കും. നിങ്ങൾക്ക് ഇത് എന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യില്ല, എന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ എല്ലാം ഒരേ ടോപ്പിക്ക് ഒന്നിച്ച് വായിക്കുമ്പോൾ ബോറടിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ആക്കിയിട്ട് ഒരു ദിവസം ഇത് ഈ ഒരു സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ ഈ 3 സബ്ജക്റ്റ് ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഞാൻ ചെയ്യുന്നത് ബയോളജിയാണ് ഞാൻ ആദ്യം എടുക്കുക. അത് നന്നായിട്ട് വായിക്കും. ഓരോ സിസ്റ്റം വൈസ് എടുത്തിട്ട് ഞാൻ ആ ഒരു ആഴ്ച കൊണ്ടിട്ട് ചിലപ്പോൾ 2 സിസ്റ്റം അല്ലെങ്കിൽ 3 സിസ്റ്റം അങ്ങനെ തീർക്കും. എന്നിട്ട് ഈ സൺഡേ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരാഴ്ച വായിച്ചിട്ടുണ്ടല്ലോ ആ ടോപ്പിക്സിന് പ്രീവിയസ് ഇയർ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കിട്ടാറുണ്ട്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ എടുത്ത് പഠിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കും. അതിനുശേഷം അടുത്ത ആകുമ്പോഴേക്കും കെമിസ്ട്രി എടുക്കും. ഇപ്പൊ കെമിസ്ട്രിയിൽ ഓർഗാനിക്കോ ഇനോർഗാനിക്കോ അത് ഏതെങ്കിലും ഒരു കുറച്ച് പോർഷൻ എടുത്ത് അത് ഞാൻ പഠിക്കും. അതിൽ ആദ്യം നമ്മൾ NCERT എടുത്തിട്ട് ഞാൻ അതിൽ ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കും. എന്നിട്ട് ഈ പറഞ്ഞ സൺഡേ ആകുമ്പോഴേക്കും ആ ഒരു കെമിസ്ട്രിയുടെ പ്രീവിയസ് ഞാൻ എടുത്ത് വായിക്കും. ഇതായിരുന്നു ഞാൻ ചെയ്ത് പഠിക്കും. ഇതായിരുന്നു ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യും. അപ്പൊ ഏകദേശം 1 മാസം ഒക്കെ കൊണ്ട് കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഒരു എന്റെയർ ആയിട്ടുള്ള പോർഷൻസ് ഞാൻ കവർ ചെയ്യും. അതിനുശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓർമ്മ നമുക്ക് ഈ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ഒരു സിസ്റ്റം പഠിച്ചു, അടുത്ത സിസ്റ്റം പഠിച്ചു, ഓരോ സിസ്റ്റത്തിന് എണ്ണം കൂടുന്നവർ പഠിച്ചതെല്ലാം മറന്നു പോകുന്നത്. അപ്പൊ ഞാൻ പിന്നെ അത് റിവൈസ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പ്രിലിമിനറിൽ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ അവിടുത്തെ നോട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് കമ്പയർ ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ഫിസിക്സിന്റെ കാര്യത്തില് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ടോപ്പിക്സ്, അതായത് ഞാൻ പഠിച്ചാൽ എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിശ്വാസമുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ ആ ഒരു ടോപ്പിക്സിൽ ഇത് പറഞ്ഞ പോലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കും. ഓക്കെ, എന്താ പറയാ, അതിന്റെ പ്രീവിയസ് എടുത്തിട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കും. പിന്നെ നമ്മുടെ ബ്രില്യന്റിലെ നോട്ട് ഉണ്ടായിരുന്നു, അതിൽ കുറെ ഫോർമുലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എഴുതി അങ്ങനെ ഞാൻ ഇന്നത് പഠിക്കാം. അങ്ങനെയായിരുന്നു ഞാൻ എന്റെ റിപ്പീറ്റിന്റെ സമയത്ത് പഠിച്ചിരുന്നത്. എന്നിട്ട് എക്സാമിന്റെ 1 മാസം മുമ്പായിട്ട് ഏതോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്റെ പേര് ഏതാന്ന് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ആകാശം അങ്ങനെ തോന്നുന്നു. അപ്പൊ അവര് ഫ്രീ ആയിട്ട് കുറെ എക്സാംസ്, ട്രയൽ എക്സാംസ് ആയിട്ട് ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അത് ഒരു 2 to 5 ആയിരുന്നു അവര് കൊടുത്തിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഈ പേപ്പർ എടുത്ത്
എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ബബിൾ ചെയ്യുന്ന പോലെ, അതായത് ജസ്റ്റ് ബബിൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് ചുമ്മാ മാർക്ക് ചെയ്ത് ഓൺലൈൻ ഇങ്ങനെ ചെയ്ത് ബബിൾ ചെയ്യുന്ന രീതിയിൽ ഞാൻ അങ്ങനെ കുറെ ഏകദേശം ഒരു മാസം അതങ്ങനെ ചെയ്ത് പഠിച്ചു. അതിന്റെ കൂട്ടത്തില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, പിന്നെ ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഫിസിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്ക് സ്ട്രോങ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുള്ള കുറച്ച് ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ഇന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ഞാൻ അന്ന് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഞാൻ കാരണം കൂടുതലായിട്ട് റിവൈസ് ചെയ്തതെന്ന് വെച്ചാൽ ഒത്തിരി റിവൈസ് ചെയ്തു. കെമിസ്ട്രി ബയോളജി ആയിരുന്നു. അതിനുവേണ്ടി സോറി അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് എന്താ പറയാ, എനിക്ക് നന്നായിട്ട് ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും നന്നായിട്ട് എനിക്ക് എഴുതാനും അതിനനുസരിച്ച് എഴുതിയാൽ എനിക്ക് എന്തായാലും മാർക്ക് എനിക്ക് തോന്നി. ബയോളജിക്ക് എനിക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ കെമിസ്ട്രിക്ക് 1-2 അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് മാർക്ക് പോയിട്ടുള്ളൂ. പിന്നെ ഫിസിക്സ് എനിക്ക് ഉറപ്പായിട്ട് തോന്നാൻ എനിക്ക് എഴുതാൻ കിട്ടുമെന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്ക് ഫിസിക്സ് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. ഇപ്പൊ നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരും അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും, ആൻസർ കിട്ടും എന്നുള്ള പിള്ളേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിസിക്സ് കൂടെ നിങ്ങൾ ഇതിന്റെ ഇടയിൽ, അതായത് ഇപ്പൊ ഞാൻ ഒരാഴ്ച ബയോളജി, രണ്ടാമത്തെ ആഴ്ച കെമിസ്ട്രി നിങ്ങൾക്ക് വേണമെങ്കിൽ, പിന്നെ അടുത്ത ആഴ്ച മൂന്നാമത്തെ ആഴ്ച അടുത്ത ബയോളജി എനിക്ക് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം, ഫിസിക്സ് എടുക്കുക. അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാസ് ആവാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് കൺസിസ്റ്റൻസി, അല്ലെ? നമ്മളിപ്പോ എത്ര എഫേർട്ട് ഇന്നൊരു ദിവസം ഞാൻ ഭയങ്കര, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. ഇന്ന് ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ട് പഠിച്ചു, പക്ഷെ നാളെ ഞാൻ പഠിക്കുന്നില്ല. പിന്നെ 2 ദിവസമാണ് നിങ്ങൾ പിന്നെ ആക്റ്റീവായിട്ട് പിന്നെ പഠിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ്, ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്. നാളെ ഞാൻ ഈ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ അതിട്ട് മടി പിടിച്ചിരിക്കാനോ, അല്ലെങ്കിൽ ഒരു ദിവസം പഠിച്ച് മടുത്തിട്ട് അങ്ങനെ ഒന്നും നിങ്ങൾ നിൽക്കരുത്. എനിക്കറിയാം നിങ്ങൾ മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഒക്കെ നിങ്ങൾ ഡൗൺ ആകും. അങ്ങനെ പല രീതിയിലുള്ള നമ്മുടെ പുറകോട്ട് വലിക്കുന്ന പല ഫാക്ടേഴ്സും ഒക്കെ വരും. പക്ഷെ നമ്മൾ അത് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളതിന് എതിരെ നമ്മൾ നിൽക്കണം. അതായത് പല തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലാവും, പക്ഷെ നമ്മൾ അതിനെതിരായിട്ട് തന്നെ നിന്നേ പറ്റത്തുള്ളൂ. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് നമ്മൾ നീറ്റിനെ സംബന്ധിച്ചോളം. പ്രത്യേകിച്ച് നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് നിൽക്കുന്ന കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അതിന് നിന്നേ പറ്റത്തുള്ളൂ. അപ്പൊ കൺസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിങ്ങളിന്ന് ഹാർഡ് വർക്ക് ചെയ്യാം. നമുക്കിപ്പോ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓക്കെ, അതല്ലാണ്ട് നമ്മൾ എന്താ പറയാ ബാക്കിയുള്ള പല ചുറ്റുപാട് പല പ്രശ്നങ്ങൾ, അത് നിങ്ങളെ മെന്റലി ഡൗൺ ആക്കുന്ന കാര്യങ്ങളായത് അത് നിങ്ങൾ അടുത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ അറിയാൻ വേണ്ടി പറ്റും, നിങ്ങൾ അത്രത്തോളം നിങ്ങൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഒരു ദിവസം പോലും എന്താ പറയാ നിങ്ങൾ കൊടുക്കരുത്. അതായത് അത് നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ മാക്സിമം നല്ല നിങ്ങൾ 100% എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഓരോ ദിവസത്തില് ഇപ്പൊ ഞാൻ ഇന്നൊരു ദിവസം പഠിക്കുക, ഇന്നോട് നിങ്ങൾക്ക് വേണ്ടി റിലാക്സ് ആകുന്ന ഒരു പീരീഡ് നിങ്ങളൊരു സമയം നിങ്ങൾ ഇന്ന സമയം ഞാൻ കൊടുക്കുമോ? അതാകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും വരില്ല. അല്ലാണ്ട് നിങ്ങൾ എന്നും നന്നായിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ യൂട്യൂബിലായിരുന്നു നോക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ചാനൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മെയിൻലി സത്യം പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കെമിസ്ട്രിയിൽ ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രിയോ അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുമ്പോൾ എനിക്ക് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ചാനൽ, ആ ഒരു ടോപ്പിക് പറഞ്ഞു തരുന്ന ഒരു ചാനൽ ആയതോളം ഞാൻ അതിലായിരിക്കും നോക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ഒരു ചാനൽ നോക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ബയോളജി കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ NCERT കൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അതിന്റെ ആവശ്യമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ ഫിസിക്സിന്റെ കാര്യത്തിനായാലും എന്താ പറയാ, ഫിസിക്സിന്റെ ഞാൻ ബ്രില്യന്റിന്റെ നോട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വെച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയിട്ടുണ്ട് എന്നതും. ഇനി അത് എന്നോട് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ചാനലിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ട് നോക്കാതെ എനിക്ക് ചുമ്മാ ഒരു പേര് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഈ പറയാൻ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ തെറ്റി വരാം. ഈവൻ നമ്മുടെ പേരൻസ് തന്നെ വരാം. കാരണം റിപ്പീറ്റിന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലൈക്ക് റിപ്പീറ്റിന്റെ സമയം ഇങ്ങനെയാണ്. കുറെ വേണ്ടാത്തുള്ള നാട്ടുകാരായിരിക്കും നമ്മുടെ കാര്യത്തെ അന്വേഷിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ റിപ്പീറ്റിന്റെ സമയം അങ്ങനെയല്ല. ആ സമയത്ത് എന്താ പറയാ, നമ്മളെ വേണ്ടപ്പെട്ടവരും കൂടെ നമ്മൾ സ്നേഹിക്കുന്നവരും കൂടെ ആയിരിക്കും നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത്. നമ്മുടെ വീട്ടുകാരൊക്കെ നമുക്ക് വലിയൊരു ഉത്തരം പറയാം. കാരണം നമുക്കറിയാം പലരുടെയും പേരൻസ് പോലും സമ്മതിക്കാതെ നമ്മുടെ നിർബന്ധം കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ അവരോട് ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. നല്ലൊരു മാർക്ക് കൊടുത്ത് നമ്മൾ പാസ് ആവേണ്ടത്. അതുകൊണ്ട്
അതുകൊണ്ട് ഇതെല്ലാം പ്രഷർ നമ്മുടെ തലയിൽ നിൽക്കുന്ന ഒരു സമയമാണ് റീൽ എപ്പിക്കുന്ന ഒരു സമയത്ത് എന്ന് വെച്ചാൽ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ട് വരും, അതിനും കിട്ടിയില്ലെങ്കിൽ എന്നുള്ള തോട്ട് വരും. പക്ഷേ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് എന്താ പറയാ, കിട്ടിയില്ല അങ്ങനെയല്ല, കിട്ടും. ഞാൻ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഇമേജിൽ എത്തുള്ളൂ. ഞാൻ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ട് ഞാൻ ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, വൈറ്റ് കോട്ടും സ്റ്റെപ്പൊക്കെ ഇട്ട് ഞാൻ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ഇമേജ്, ഇത് തന്നെ എന്റെ മനസ്സിലോട് ഞാൻ വരുത്തത്തുള്ളൂ. വേറെ ഒന്നും ഞാൻ നെഗറ്റീവ് ഇല്ല. പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടില്ല നിനക്ക് കിട്ടത്തില്ല. സത്യം എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ പഠിക്കുന്നുണ്ട്, എന്താ പറയാ, ഞാനൊരു മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഹാർഡ് വർക്കാണ്. ഞാൻ അത് വളരെ പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല, ഈ ഒരു സമയത്തായാലും എനിക്ക് തോന്നുന്നു അത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നു. ഇപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോകും. പക്ഷെ ഞാൻ എന്റെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒരുപോലെ കൊണ്ടുപോയി. അതായത് എന്താ പറയാ, ഞാൻ ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറെ സമയം, എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ആ ഒരു പാട്ട് കേൾക്കാൻ തന്നെ ഞാൻ കുറച്ച് സമയം എത്ര പഠിക്കാനുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ വിചാരിച്ച പോർഷൻസ് ഒരു ദിവസം തീർന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് എന്താ പറയാ, ഞാൻ എന്നാൽ പോലും ഞാൻ എനിക്ക് വേണ്ടി ഒരു 1/2 മണിക്കൂറെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം എനിക്ക് പല സമയത്ത് കുറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. PCOS, ഭയങ്കരമായിട്ടുള്ള കുറെ ഇഷ്യൂസ്. കാരണം PCOS ഉള്ളവർക്ക് അറിയാം അതിൻ്റെതായിട്ടുള്ള മോഷൻസ് കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്താ പറയുക, ഞാൻ ഭയങ്കര അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാനതൊക്കെ ഓവർകം, എനിക്ക് എപ്പോഴും പഠിക്കാം. അതായത് ഞാൻ ഈ ഒരു സമയം, എനിക്ക് അടുത്ത വർഷം ഈ ഒരു സമയം ഉണ്ടെങ്കിൽ ഞാനൊരു മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു എന്നുള്ള ഉറപ്പായിട്ട് തന്നെയായിരുന്നു ഞാൻ പഠിച്ചത്. അതിന്റെ ഇടയിൽ ചുറ്റും പറയാൻ നെഗറ്റീവായിട്ട് പറയാനുള്ളവർ ഈവൻ നമ്മുടെ മൈൻഡ് തന്നെ ചിലപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് കിട്ടത്തില്ല. പക്ഷെ എന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല, എനിക്ക് കിട്ടും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് കോൺഫിഡൻസ്, ചിലപ്പോൾ നിങ്ങൾ വീട്ടുകാരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. എങ്കിൽ പോലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എന്ന് പറയാം. ചിലപ്പോൾ അവര് തന്നെ ചിലപ്പോൾ നീ ഇങ്ങനെ പഠിച്ചത് എനിക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും മൈൻഡേ ചെയ്യണ്ട. നിങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാൻ മതി, വേറെ ആരും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ കഷ്ടപ്പെട്ട് പഠിച്ചാലും ഇവൻ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇത്രയും കാശ് കൊണ്ട് പഠിച്ചിരിക്കും. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്, വെറുതെ അല്ല പഠിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. നമ്മളത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതിന് റിസൾട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർക്കാതെ നിങ്ങൾ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതിയാവും. പിന്നെ ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെന്റൽ ഹെൽത്ത് ആയാലും എന്റെ ഒരു റിപ്പീറ്റിന്റെ സമയത്ത് ഓക്കെ ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ എല്ലാം കൂടെ പറയുകയാണെങ്കിൽ വീഡിയോ ഭയങ്കര ഉണ്ടാവും. അപ്പൊ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം. അതിൽ പേഴ്സണൽ ആയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടാം. അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.